ഗായ്സ്, അപ്പം നമ്മളിപ്പം അങ്കമാലിയാണുള്ളത് ഗായ്സ്. വേണം നമുക്ക് മ്യൂസിക് വെച്ചൊരു റൈഡ് ആവാം. പാറയ്ക്ക് പോകുന്ന KSRTC ആണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പം പക്ഷെ എനിക്ക് കിടക്കപ്പായ എന്നുള്ള റൈഡ് തീരെ ഇഷ്ടമല്ല ഗൈസ്. ഉറക്കത്തിലിരിക്കുമ്പോൾ വിളിച്ചെണിപ്പിച്ച് ഒരു റൈഡ് പിന്നെ നോക്കിയിട്ടേ ഇല്ല, നടുക്കൂടൊക്കെ പോവും. അതിന് നമ്മളിപ്പം ഗണേഷ് ജീനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഗൈസ് എൻ്റെ ജിമ്മ്. ഞാൻ പക്ഷെ ഇപ്പം വന്നിട്ട് ഒരു 3 മാസമേലും ആയി. അത് കാരണം എൻ്റെ ബോഡിയൊക്കെ പോയി ഗൈസ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിരിക്കും. നമ്മൾ ഈ വണ്ടി എവിടെ നിന്ന് വന്നതെന്ന് അവനും അറിയിച്ചിട്ട് എനിക്ക് അയ്യോ പണി പാടിയടാ. വലിയ സീനില്ലെന്നോ. ആ ലോറിക്കാരൻ എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പോയി. നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി മാറിക്കേണ്ടി വന്നേ. ഇതാണ് ഗൈസ് കാലടി റൂട്ട്. ചേച്ചി രാവിലെ ഹെൽമെറ്റ് ഒന്നും ഇല്ല പോവാ. ഇൻഡിക്കേറ്റർ ഇട്ടു. സത്യമോ നുണയോ നമുക്ക് നോക്കാം. ചേച്ചി വാക്ക് പാലിച്ചിരിക്കുകയാണ് ഗൈസ്. ചേച്ചി ഇൻഡിക്കേറ്റർ ഇട്ട സൈഡിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. ചേട്ടൻ നമുക്ക് വലിയ മനസ്സുള്ളൊരു മനുഷ്യനാണത്. നമ്മളോട് പൊക്കോ എന്നൊരു ആംഗ്യം കാണിച്ചു. ഒരൊറ്റ അടിയായിരിക്കും. സ്ഥലം വിൽപ്പനയ്ക്ക് 11 സെന്റ് 15 സെന്റ് 15 സെന്റ് 11 10 21 5 26 സെന്റ് ആയിരിക്കും മൊത്തം. എന്നാ പിന്നെ അങ്ങനെ എങ്ങനെയാണ് കണ്ടോ ഗൈസ്. കൽഹാര ആദ്യം നിങ്ങൾ ആസ്വദിക്കും, പിന്നെ നിങ്ങൾ സ്നേഹിക്കും. നമ്മുടെ സ്വന്തം കമ്പനിയാണ് ഗൈസ്. ഇനിയുള്ള വഴി ഇച്ചിരി കൺജസ്റ്റഡ് ആണ് ഗൈസ്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പെടും. വേറെ വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമൊക്കെ അത്യാവശ്യം അഷ്ടയാണ്. അങ്ങനെയുള്ള അറ്റപ്പറ്റയാണ്. അത് വലിയ സീനില്ല ഗൈസ്. നമുക്ക് സീറ്റ് വേണമെങ്കിൽ പുറകോട്ടാക്കാൻ പറ്റില്ലായിരുന്നു ഗൈസ്. നമ്മൾ അവിടുന്ന് പുറകോട്ടാക്കിയതാണ് ഗൈസ്. അപ്പം അത് വിടുക. നമ്മളിങ്ങനെ ആക്കി. ചേട്ടായോട് ഇരിപ്പുണ്ട്. അമ്പാടിയും ചേട്ടായും കൂടി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്.